ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ആസിഫ് അലിയുടെ ചിത്രം ഇറങ്ങി 5-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 4 ദിനങ്ങൾ കൊണ്ട് തന്നെ സിനിമ അതിഗംഭീരമായി കുതിച്ചു ഉയർന്നു. രേഖാചിത്രം 4-ാം ദിവസം റെക്കോർഡ് ആണ് കളക്ട് ചെയ്തത്. അതായത് സിനിമ അതിഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കുക. അതിനിടയിൽ നമുക്ക് 4-ാം ദിവസത്തെ കളക്ഷനോടുകൂടി സിനിമ 25 കോടി എത്തുമെന്ന് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് പ്രതീക്ഷിച്ചെങ്കിൽ 28 കോടിക്ക് മുകളിലേക്ക് എത്തിയതായി ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇതൊരു റെക്കോർഡാണ്. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡാണ്. ഇവിടെ മമ്മൂട്ടി ചേട്ടൻ്റെ റെഫറൻസുമായിട്ട് വന്ന രേഖാചിത്രം അതിഗംഭീരമായ ഹിറ്റിലേക്ക് കടക്കുന്നു. അതായത് 3 ദിവസം കൊണ്ട് 18.5 കോടിക്ക് മുകളിലാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 10 കോടിക്ക് മുകളിലാണ് ഞായറാഴ്ച സിനിമ കളക്ട് ചെയ്തത്. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള തിരക്കും അതേപോലെയുള്ള അഭിപ്രായവുമായി സിനിമ മുന്നേറുകയാണ്. 938ഓളം ഷോകളിൽ നിന്ന് 1,80,000 പേർ കണ്ടപ്പോൾ സിനിമ 66% ഒക്യുപ്പൻസിയിൽ ഇന്നലെ നേടിയതാണ് 2,89,00,000 രൂപയോളം ട്രാക്കേഴ്സ് മുഖാന്തരം. അതായത് സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ, അത് 3.5 കോടിയോളമാണ് ഇന്നലെ നേടിയത്. വേൾഡ് വൈഡ് ആയിട്ടും സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെ വന്നു. അങ്ങനെ 10 കോടിയാണ് സിനിമ, 10 കോടിക്ക് മുകളിലാണ് സിനിമ ഇന്നലെ മാത്രം നേടിയത്. അങ്ങനെ 28.5 കോടി. ഇന്ന് സിനിമയ്ക്ക് കളക്ഷൻ നോക്കുമ്പോൾ ഒരു ഇടിവ് തന്നെയാണ്. 496 ഷോകളിൽ നിന്ന് 32,000 പേരാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. 22% ഒക്യുപ്പൻസിയിൽ 52 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് സിനിമയ്ക്ക് 1 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. കേരള കളക്ഷൻ ഇതിനോടകം തന്നെ 14 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ള കണക്കും എത്തിയിരിക്കുന്നു. എന്തായാലും ഇവിടെ അടിച്ച് പൊളിച്ച് തന്നെയാണ് പോകുന്നത്. വലിയ താമസമില്ലാത്ത സിനിമ 50 കോടി ക്ലബിലേക്ക് കയറും. ആസിഫ് അലിയുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രമായി മാറുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്താണ് ഗ്രേറ്റ് മീഡിയാസ്.